നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ടോപ്പ് ഗിയറിലെത്തിയിരിക്കുകയാണ്. രാജ്യം അതീവ നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന രാഷ്ട്രീയത്തിലായാലും മുന്നണി രാഷ്ട്രീയങ്ങൾക്ക് ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ഇത്തവണ 400-ലധികം സീറ്റുകൾ നേടുമെന്ന് ആവർത്തിച്ച് മൂന്നാം ഊഴത്തിനായി ശ്രമിക്കുന്ന BJP സർക്കാരിനെ താഴെ ഇറക്കാൻ ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ സഖ്യത്തിന് എത്രത്തോളം സാധിക്കും? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായ ശ്രീ ശശി തരൂർ. സ്വാഗതം സാർ. നമസ്കാരം. 10 വർഷം തുടർച്ചയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ജനസമ്മതിയിലും പ്രതിച്ഛായയിലും രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി. ഈ ഒരു 10 വർഷം കൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമായ രാഷ്ട്രമാണ് ഇന്ത്യ എന്നൊരു പ്രതിച്ഛായ, രാമക്ഷേത്ര നിർമ്മാണം, അത് BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ഏറ്റവും വലിയൊരു അജണ്ട തന്നെയായിരുന്നു. രാമക്ഷേത്ര നിർമ്മാണം അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തു. ഇതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് മൂന്നാം ഊഴത്തിനായി BJP വരുന്നത്. ആ BJP സർക്കാരിനെ താഴെ ഇറക്കുക എന്നത് ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം ശ്രമകരമായൊരു ദൗത്യമാണ്? എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു ഇല്ലാത്തൊരു വിഷയമാണ്. കാരണം 2019 BJP ഒരു 11 സീറ്റിൽ മാക്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് കിട്ടാനുള്ള സീറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അവർക്ക് ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഈ 15 സംസ്ഥാനത്ത് താഴെ പോകാൻ. അവർ ഗുജറാത്ത് ഒരു പക്ഷേ വീണ്ടും എല്ലാ സീറ്റും എടുക്കാൻ സാധിക്കുമായിരിക്കും എന്ന് ചിലർ വിചാരിക്കുന്നു, അറിയില്ല. അവിടെയും അവർക്ക് പക്ഷെ 6 സംസ്ഥാനത്ത് ഗുജറാത്ത്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, പിന്നെ ഹിമാചൽ, ഉത്തരാഖണ്ഡ് 6 സംസ്ഥാനത്ത് എല്ലാ സീറ്റും അവർ ജയിച്ചു. അപ്പോൾ അവർക്ക് കയറാൻ വഴിയിൽ താഴെ പോകാനേ സാധ്യതയുള്ളൂ. 3 സംസ്ഥാനത്തിൽ ഒരു സീറ്റ് വിട്ടിട്ട് ബാക്കിയെല്ലാം ജയിച്ചു. മധ്യപ്രദേശിൽ, ബീഹാറിൽ, കർണാടക. പിന്നെ 2 സംസ്ഥാനത്ത് 2 സീറ്റ് വെച്ച് ബാക്കിയെല്ലാം ജയിച്ചു. അത് ഛത്തീസ്ഗഡും വേറൊരു സീറ്റും. അപ്പോൾ അവസാനത്തിൽ അവർ ശക്തമായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് സീറ്റ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയില്ല. നേരെ മറിച്ച് ബാക്കി എല്ലാവിടെയും അവർക്ക് പുതിയ സീറ്റ് കിട്ടാനും വലിയൊരു മാർഗം കാണുന്നില്ല. നഷ്ടം വരാനുള്ള സാധ്യത എല്ലാവിടെയും കൂടിയിട്ടുണ്ട്. ഡൽഹി ഒരു ഉദാഹരണമാണ്, അവരെല്ലാ സീറ്റും ജയിച്ചു. റൈറ്റ്. ഈ തവണ ഇന്ത്യ മുന്നണിയുടെ ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റും കോൺഗ്രസ് 3 സീറ്റുമുള്ള ഈ പ്രചരണത്തിൽ സാധ്യത ഭയങ്കരമാണ്. ഭൂരിപക്ഷം സീറ്റുകൾ ഞങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്, BJPക്കല്ല. കർണാടകയിൽ പോളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസ് 1 സീറ്റ്, കഴിഞ്ഞ ആഴ്ചയിലത്തെ പോളിൽ 17 സീറ്റ്, വേറൊരു പോളിൽ 20 സീറ്റ് കോൺഗ്രസ്സിന്. തെലങ്കാനയിൽ കഴിഞ്ഞ തവണ നമുക്ക് 2 സീറ്റ് കിട്ടിയുള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ പോളിൽ തെലങ്കാനയിൽ 12 സീറ്റ്, ഹരിയാനയിൽ 0 കഴിഞ്ഞ ആഴ്ചത്തെ പോളിൽ 5 സീറ്റ്, ചിലർ 7 സീറ്റ്. ഇതെല്ലാം കാണുമ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റുകൾ കൂടുന്നു, BJPയുടെ താഴുന്നു. കോൺഗ്രസ്സിന് ഒരു ഭൂരിപക്ഷം കിട്ടാൻ ഒരു ആവശ്യവുമില്ല. കോൺഗ്രസ്സിന് ആവശ്യമുള്ളത് ഒരു കോalitionനെ നയിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവണം. അത് ഉറപ്പമായിട്ടും ഉണ്ടാവുന്നുണ്ട്. നേരെ മറിച്ച് BJPക്ക് 32 സീറ്റ് നഷ്ടപ്പെട്ടാൽ അവർ ഭൂരിപക്ഷം പോയി. അവർക്ക് ആകെ 303 ഉള്ളൂ. ഭൂരിപക്ഷം 272 വേണ്ടത്. ഈ 32 സീറ്റ് ഞാൻ കണക്ക് തന്നെ പറഞ്ഞ ഇടയിൽ 32 സീറ്റ് പോയി. അതുമീതെ പോകാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ജനങ്ങൾക്കറിയാം തൊഴിലില്ലായ്മ കൂടി വരുന്നു. അവർ വരുമാന ശമ്പളങ്ങളൊക്കെ താണു പോയിട്ടുണ്ട്. അവർക്ക് വിലക്കയറ്റുന്നത് സഹിക്കാനുള്ള മാർഗ്ഗമില്ല. ഇതെല്ലാം സംഭവിക്കുന്ന സ്ഥിതിയിൽ അവർക്ക് ആലോചിക്കില്ലേ, രാം മന്ദിറിൽ പോയി പ്രാർത്ഥിക്കാൻ നല്ലതല്ല, പക്ഷേ അതിന് ട്രെയിൻ ടിക്കറ്റ് മേടിക്കാൻ കാശും കൂടി ഇല്ലെങ്കിൽ എങ്ങനെ പോയി രാം മന്ദിറിൽ പ്രാർത്ഥിക്കും? ഞങ്ങൾക്ക് ജീവിക്കേണ്ടത്, ജീവിതമാർഗ്ഗം എന്താണ് ഈ സർക്കാർ തന്നിരിക്കുന്നത്? അതെല്ലാം ചോദിക്കുന്നവർക്ക് അപ്പോൾ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ദൗത്യമാണ്. പക്ഷേ ഇതെല്ലാം ചിന്തിക്കുന്ന ആൾക്കാർ ഒരിക്കലും BJPക്ക് വീണ്ടും വോട്ട് കൊടുക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങ് പറഞ്ഞ കണക്കുകളൊക്കെ അങ്ങയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ആത്മവിശ്വാസം തന്നെയാണ്? അല്ലല്ല, ഇത് ഒബ്ജക്റ്റീവ് കണക്കുകൾ, ഞാൻ എൻ്റെ സർവേ അല്ല പറയുന്നത്. അതെ, ഇത് ഒറിജിനൽ കണക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇനി 2024 BJPക്ക് ഇനി ആ 303 സീറ്റിന് അപ്പുറത്തേക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധ്യതയുമില്ല. ഉള്ള സീറ്റുകൾ തന്നെ നിലനിർത്താനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് അങ്ങ് പറയുന്നത്. പക്ഷെ അപ്പോഴും കോൺഗ്രസിൻ്റെ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു കാലത്ത് 500 സീറ്റിലധികം മത്സരിച്ച കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിലാണ് മത്സരിക്കുന്നത്. അത് ഈ ഒരു പ്രതാപകാലം കഴിയുമ്പോൾ ഒത്തിരി വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാകേണ്ടി വരുമെന്നൊരു പ്രതിഭാസം തന്നെയാണോ ഇവിടെ? അല്ല, നോക്കൂ, നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിൽ കുറച്ച് റിയലിസം ആവശ്യമുണ്ട്.
BJP തന്നെ മഹാരാഷ്ട്രയിലെ വലിയ പാർട്ടിയായ ശേഷം അവർ ഒരു ചെറിയ പാർട്ടിയുടെ ആളെ മുഖ്യമന്ത്രിയാക്കി. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ നമ്മൾക്ക് ചെറിയ ഒരു ത്യാഗം ചെയ്യേണ്ടി വരും, ചെറിയൊരു സാക്രിഫൈസ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ വലിയ വിജയത്തിൻ്റെ ആഗ്രഹത്തിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കും. ഈ ഷിൻഡെ മുഖ്യമന്ത്രി ആക്കിയിട്ടാണ് അവർ ഞങ്ങളുടെ സർക്കാരിനെ വീഴ്ത്തിയിട്ട് അവർ സർക്കാർ എടുക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ കോൺഗ്രസ്സിനും ലാർജർ പിക്ചർ മനസ്സിൽ വെച്ചിട്ട് വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ഭാഗത്ത് ഞങ്ങൾ മത്സരിക്കില്ല, മറ്റേവർക്ക് വിട്ടുകൊടുക്കുമെന്ന് പറയുന്നതിൽ ഞാൻ വലിയ തെറ്റ് കാണുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ എല്ലാവർക്കും ഒരു വലിയൊരു വെല്ലുവിളിയാണ് BJPയുടെ ഭരണം, ദുർഭരണം എന്നും കൂടി പറയാം. ഈ 10 വർഷക്കാലം അവർ ഈ രാജ്യത്തിനെ വർഗീയതയിലും വിദ്വേഷത്തിലും അന്യായങ്ങളിലും മുങ്ങിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തെ ബാധിക്കുന്ന പല തീരുമാനങ്ങൾ എടുത്ത ഒരു പാർട്ടിയാണ് ഈ BJP. നമ്മൾക്കറിയാം, സിദ്ദീഖ് കാപ്പൻ്റെ കഥ മുതൽ 2 വർഷം ഒരു ചാർജിലാണ് ജയിലിൽ കൊണ്ടിരുന്നു അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ. എന്നിട്ട് കോടതിയാണ് അവസാനത്തെ ഇദ്ദേഹത്തിന് ജയിലിൽ നിർത്താൻ നിങ്ങൾക്ക് അവകാശമില്ല. ഫാദർ സ്റ്റാൻ സ്വാമി അന്തരിച്ചു പോയി ജയിലിൽ. അദ്ദേഹത്തിന് കൈവറയുള്ള കാരണം അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ കൂടി ഗ്ലാസ് പിടിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിൽ ഒരു സിപ്പർ തരുമെന്ന് ചോദിച്ചപ്പോൾ അത് തരില്ലേ, ജയിലിൻ്റെ ഫണ്ടില്ലേ, ഫണ്ട് അദ്ദേഹത്തെ മരിപ്പിച്ചു. ഇതെല്ലാം കാണുന്ന അന്യായങ്ങൾ. ഇത് വെറും 2 കഥയാണ്. അതുപോലെ ഈ 2000 കഥയുണ്ട് നമ്മുടെ രാജ്യത്ത് സംഭവിച്ച അന്യായങ്ങൾ. ഇതെല്ലാം കാണുമ്പോൾ ഒരു സംശയവുമില്ല, ഈ സർക്കാരിനെ നമ്മൾ ഈ തവണ തടുത്തിട്ടില്ലെങ്കിൽ അടുത്ത തവണ അവർ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ചെയ്യുമെന്ന് വിചാരിക്കാൻ കൂടി സാധിക്കാത്ത ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ ആൾക്കാർക്ക് സംസാരിക്കാൻ ഭയമുണ്ട്. നമ്മൾ ഫോണിൽ വിളിച്ചൊരു സെൻസിറ്റീവ് വിഷയം പറയുകയാണെങ്കിൽ വേണ്ട, നേരിട്ട് കണ്ട് സംസാരിക്കാമെന്നാണ് മറുപടി. ഒരു ചെറിയൊരു ഉദാഹരണം ഈ പ്രചരണത്തിൽ കൂടി പറയാം. നമ്മൾക്ക് ഇലക്ഷൻ കമ്മീഷൻ വഴിക്ക് ലീഗലി എല്ലാവരിൽ നിന്നും പൈസ പിരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അവരുടെ പേര് വെച്ചിട്ടാണ് കാശ് അയക്കേണ്ടത് അക്കൗണ്ടിൽ. സർക്കാരിന് അവകാശമുണ്ട് അവർ ഇന്ത്യൻ പൗരനാണോ അവർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 3 ദിവസത്തിൻ്റെ അകത്ത് ഈ അക്കൗണ്ട് ഫില്ലാക്കാൻ സാധിച്ചു. അറിയപ്പെടുന്ന ചില ആൾക്കാരെ വിളിച്ച്, ചില ബിസിനസ്സുകാരും അവരെയൊക്കെ വിളിച്ചിട്ട് അതിനെ സഹായിക്കണം പറഞ്ഞ് അവർക്ക് എഴുതിയപ്പോൾ എല്ലാവരും ഉടനെ കാശ് തന്നു. ഈ തവണ എന്നെ മുമ്പ് സഹായിച്ചവർ കൂടി പറയുന്നു, സോറി ശശി, ഞങ്ങളുടെ വലിയ ഭയമാണ്, ഞങ്ങളുടെ പേര് നിങ്ങളുടെ ഇലക്ഷൻ അക്കൗണ്ടിൽ കണ്ടാൽ ഈ CBIയോ EDയോ ITയോ ആരാണ് നമ്മളെ തലയിൽ ചാടാൻ പോകുന്നത് നമുക്കറിയില്ല. ഞങ്ങളുടെ ചെറിയ ബിസിനസ്സിൽ ഇത് നമുക്ക് സഹിക്കാൻ വയ്യ, ക്ഷമിക്കണം, വി വിഷ് യു വെൽ, നിങ്ങൾ ജയിച്ചു വരൂ, എന്നിട്ട് ഈ ഭയം മൊത്തം മാറ്റിത്തരൂ. പക്ഷേ ഭയമുണ്ട് എന്ന് അവർ പറയാം. ഇതാണ് ഈ രാജ്യത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ. ചിലവർ ഈ BJPക്കാരെ എമർജൻസിയിൽ എതിരൊക്കെ സംസാരിക്കുന്നത്, ഇത് എമർജൻസിക്കാർ 10 പ്രാവശ്യം മോശമാണ്. ജനാധിപത്യ വിശ്വാസമില്ലാത്തവരാണ് ഈ രാജ്യത്തെ നയിക്കുന്നത്. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ EDയുടെ ഭീഷണിയാണ് ശത്രുപക്ഷത്ത് നിൽക്കുന്ന എല്ലാ പാർട്ടികൾ മുന്നണി നേതാക്കന്മാർക്കും EDയുടെ ഭീഷണിയുടെ നിഴലിൽ തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് അതൊരു സഹതാപം വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നാണ് ഇത് BJPയുടെ പരാജയത്തിൻ്റെ കാര്യം ഒരു തെറ്റ് ചെയ്തതാണ്. അവർ പരാജയം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേജ്രിവാളിനെ തടുത്തയാൽ ഡൽഹിയിൽ പ്രചരണം ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്തത്. പക്ഷെ അതൊരു തിരിച്ചടിയായി മാറി വരും അവർക്ക്. കാരണം അദ്ദേഹത്തിന് ഒരു സിമ്പത്തി വോട്ട് കൂടുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ മുമ്പ് വോട്ട് ചെയ്യാത്തവരും കൂടി പറയുന്നു ഇദ്ദേഹത്തിന് ജയിലിൽ എന്തുകൊണ്ട് ഇട്ട്. അപ്പോൾ അവർ സ്ഥാനാർത്ഥികൾക്ക് കൊടും ചെയ്യുന്ന ഒരു തീരുമാനമായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് നിരോധിച്ചത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഇലക്ഷൻ വേണം, ലോകത്തെ ചൂണ്ടിക്കാണിക്കാൻ നമ്മളാണ് ജനാധിപത്യത്തിൻ്റെ മാതാവ്. അതാണ് വലിയ സ്ലോഗൻ അവരുടെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് G20 സമ്മിറ്റ് സമയത്ത് ജനാധിപത്യത്തിൻ്റെ മാതാവ്. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ കൈയും കാലും മുറിച്ചിട്ടാണ്, കൈ കെട്ടിയിട്ടാണ് അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ പോകുന്ന മാതാവെന്ന് പറഞ്ഞാൽ എന്തൊരു മാതാവാണത്? ഇതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് പ്രധാനപ്പെട്ട എതിരാളികളെ അവർ ശരിക്കും കൈയും കാലും കെട്ടിയിട്ട് ഓടാൻ പറയും. ഇതൊരു അർത്ഥമുണ്ടോ? പക്ഷെ അപ്പോഴും ഈ കേജ്രിവാളിൻ്റെ അറസ്റ്റിൻ്റെ ആ സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാകുന്നു. ആ ഒരു സമയത്തുണ്ടായൊരു അദ്ദേഹത്തിന് അനുകൂലമായൊരു തരംഗം. പക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വന്നു കോടതിയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് പ്രതികൂലമായ വിധിയൊക്കെ ഉണ്ടാകുന്നു. അദ്ദേഹം തിഹാർ ജയിലിൽ അടയ്ക്കുന്നു. ഈ ജയിലിൽ കിടന്നുകൊണ്ട് ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രി ഭരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്തിന് അതൊരു നല്ലൊരു കീഴ്വഴക്കമാണ്, നല്ലൊരു കാര്യമല്ല. പക്ഷേ ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിനെ ഇലക്ഷൻ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ പോയിട്ട് ജയിലിൽ കൊണ്ട് ഇടുന്നത് ശരിയാണോ? അതും ശരിയാണ്. നമുക്ക് ചോദിക്കാനൊരു പ്രശ്നം ഇത് മാത്രമാണ്, എന്തുകൊണ്ട് അവർ കുറേ വർഷങ്ങൾ അന്വേഷിക്കുന്ന ഈ കേസ് 6 ആഴ്ച കൂടി കാത്തിരുന്നതോടെ ജൂൺ 4 കഴിഞ്ഞ് 2 മാസം കാത്തിരുന്നത് ജൂൺ 4 കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തതോടെ അഥവാ അറസ്റ്റ് ചെയ്യാനൊരു അടിസ്ഥാനമുണ്ടെങ്കിൽ ഇത് ഇലക്ഷൻ്റെ ഇടയിൽ അറസ്റ്റ് ചെയ്യുന്നത് എന്താണ് കാരണം? ആരോപണം വരട്ടെ, അതിനെ ജനങ്ങൾ നേരിടട്ടെ, അവരെ
പിന്നെ ഇന്നസെൻസ് പിന്നെ നിഷ്കളങ്കാണോ അതോ ഗിൽറ്റി ആണെന്ന് അവർ കോടതിയിൽ സ്ഥാപിക്കട്ടെ, അതിനെക്കുറിച്ചൊരു പ്രശ്നമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ചെയ്യരുതെന്നാണ് വിഷയം. ഒരു ഉദാഹരണം, കേരള ഹൈക്കോടതി ഇന്നലെ എന്താ പറഞ്ഞത്, തോമസ് ഐസക്കിൻ്റെ ED അന്വേഷണം തെരഞ്ഞെടുപ്പ് കഴിയുന്ന വരെ നിങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഹാരസ് ചെയ്യാൻ പാടില്ല. ആ ഒരേ മര്യാദയാണ് പിന്നെ ഡൽഹിയിലും ആവശ്യമുള്ളത്. അധികാരമുള്ള പാർട്ടികൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കാരണം ഈ അവരുടെ കയ്യിലാണ് അധികാരം. അതുകൊണ്ട് തന്നെ അധികാരമുള്ള പാർട്ടികൾ ഏജൻസികളെ ഉപയോഗിച്ച് എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് സമയമൊക്കെ ആകുമ്പോൾ എൻ്റെ അറിവിൽ ഇതുപോലെ ഒരു ദുരുപയോഗം 2014 മുമ്പ് UPA സർക്കാർ അധികാരത്തിൽ നിന്നപ്പോഴും ഇന്ന് BJP സർക്കാർ ED ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അന്ന് UPA സർക്കാർ CBI ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എൻ്റെ അറിവിൽ ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടില്ല. എന്തായാലും നമ്മൾ 2-3 കാര്യങ്ങൾ BJP കണ്ടത്, ഇത് ED, CBI, IT, റവന്യൂ ഇൻ്റലിജൻസ് ഒക്കെ വെറും പ്രതിപക്ഷ വ്യക്തികളുടെ എതിരെ മാത്രമേ ഉപയോഗിക്കുന്നു. നമ്പർ 1. നമ്പർ 2, അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, പക്ഷേ അവർ ഈ ഒരേ ആൾക്കാർ അന്വേഷണം നടക്കുന്ന വ്യക്തികളെ അവർ നാളെ BJPക്ക് മാറിയാലും BJPയുടെ കടക്ഷമായോ അങ്ങനെ എൻക്വയറി നിന്നു. ഇതൊന്നും നമ്മുടെ കോൺഗ്രസ് ഭരണകാലത്ത് എപ്പോഴും ഏതെങ്കിലും സമയത്ത് കണ്ടിട്ടില്ല. കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയോ കോൺഗ്രസിൻ്റെ മന്ത്രിയും കൂടി വല്ല ബുദ്ധിമുട്ടിലുണ്ടെങ്കിൽ പാർട്ടി എപ്പോഴും പറയും ന്യായം നടക്കട്ടെ, ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ, ഞങ്ങളിതിൽ ഇൻ്റർഫിയർ ചെയ്യില്ല എന്ന്. അതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. നേരെ മറിച്ച് BJPക്കാർ പറയുന്നു, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നാളെ ഞങ്ങളുടെ സൈഡിൽ വന്ന് ഞങ്ങളൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഈ അന്വേഷണം ഉടനെ നിർത്തും, ക്ലീൻ ചിറ്റ് കിട്ടും. ഇതെന്താണത്? ഇത് നിങ്ങൾ രാജ്യത്തിൻ്റെ ചരിത്രത്തിന് മുമ്പ് കണ്ട ഒരു കാര്യമാണോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ റീസെൻ്റായി നമ്മൾ ഈ അഭിമുഖം നടത്തുമ്പോൾ പോലും ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലൊരു മന്ത്രി രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കിയിട്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ EDയുടെ പരിശോധന ഉണ്ടാകുമെന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ എല്ലായിടത്തും സംസ്ഥാനത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷത്ത് വരുന്ന എല്ലാ പാർട്ടികളിലും EDയുടെ ഭീഷണി അല്ലെങ്കിൽ EDയെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നേതാക്കന്മാരെ ഒന്നടങ്കം ഒന്നുകിൽ BJPയിലേക്ക് അല്ലെങ്കിൽ പാർട്ടി വിടുന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണോ കേരളത്തിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരുന്നത്? എനിക്കറിയില്ല, നമ്മുടെ രാജ്യത്തിൽ പല കാര്യങ്ങളും ശരിക്കും നടന്നിട്ടില്ല. അഴിമതിൻ്റെ ഒരു സംശയമുള്ളവരെ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. ED, CBI, IT ഒക്കെ. അഴിമതി ഇല്ലാത്തവർ വേറെ വഴിക്ക് എൻ്റെ എതിരെ എൻ്റെ ഭാര്യ മരിച്ചതിനെക്കുറിച്ച് കേസും കൂടി അടിച്ചു ഇവർ. അവസാനം ജഡ്ജാ പറഞ്ഞ കേസിനൊരു അടിസ്ഥാനമില്ല പറഞ്ഞ് കോടതിയിൽ നിന്ന് തള്ളി. കാരണം അതിൻ്റെ അർത്ഥം അതിനെ ചാർജ് ചെയ്തത് ഇല്ലേ ജഡ്ജ്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളുടെ ജനാധിപത്യത്തെ ബാധിക്കുന്നൊരു കാര്യമല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് പ്രതിപക്ഷക്കാരെ ഇത്രത്തോളം കണ്ടുകൂടായി വന്നിട്ട് അവർ നമ്മളെ എതിരിച്ചാൽ അവർ ദേശദ്രോഹിയാണ്, ദേശവിരുദ്ധമാണ്, രാഷ്ട്രീയ വിരുദ്ധമാണെന്ന് പറയുന്ന ആൾക്കാർ, അതാണോ ജനാധിപത്യം? ജനാധിപത്യത്തിൽ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? താങ്കൾക്ക് ഈ രാജ്യത്തിൻ്റെ മെച്ചപ്പെടുത്താൻ വേണ്ടി താങ്കൾക്കൊരു സെറ്റ് ഓഫ് വിശ്വാസങ്ങളുണ്ട്. എനിക്കും ഭാരതത്തിനെ മെച്ചപ്പെടുത്താനാണ് എൻ്റെയും ഉദ്ദേശം. പക്ഷേ എനിക്ക് വേറെ വിശ്വാസങ്ങളാണ്. നമ്മൾ പരസ്പരമായിട്ട് ബഹുമാനിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശത്തിനെ, നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ഐ ടേക്ക് ഇറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത്. നിങ്ങളുടേത് സത്യമായൊരു വിശ്വാസമാണ്. അതിനുവേണ്ടി നിങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചോളൂ. ഞാൻ അതുപോലെ തന്നെ ഗുഡ് ഫെയ്ത്തിൽ ഞാൻ പ്രവർത്തിക്കട്ടെ. നിങ്ങൾ എനിക്കും ആ ഒരേ അവസരം തരും ജനങ്ങളെ സ്വാധീനിക്കാൻ. അവസാനത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. പിന്നെ ഒരിക്കൽ ഞാൻ സർക്കാരിലായിരുന്നു, ഇന്ന് ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്നു. അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. അങ്ങനെയാണ് ജനാധിപത്യം കാണുന്നത്. പക്ഷെ ഇവരങ്ങനെയല്ല കാണുന്നത്. ഇവർ പറയാം ഞങ്ങൾക്ക് മാത്രമേ സത്യം ഞങ്ങളുടെ സൈഡിലുള്ളൂ, ഞങ്ങളുടെ വിശ്വാസങ്ങൾ മാത്രമേ ഈ രാജ്യത്തിൽ ശരിയാവുന്നുള്ളൂ, ബാക്കി എല്ലാവരും അഴിമതിയിൽ മുങ്ങിയവരാണ്, ബാക്കി എല്ലാവരും തെറ്റിരിക്കുന്നവരാണ്, ബാക്കി എല്ലാവരും എല്ലാ വിധത്തിലും മോശക്കാരാണ്, അവരെ പാകിസ്ഥാനിൽ പറഞ്ഞയക്കേണ്ട ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഇവരൊരു ജനാധിപത്യ വിശ്വാസിയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? രാഷ്ട്രീയ മര്യാദകൾക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് BJP സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് വാദിക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യം വാദിക്കുന്നു. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ കേരളം പോലുള്ള വിദ്യാസമ്പന്നരായ ജനങ്ങളെ സാധിക്കും. പക്ഷേ ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിലാണ് BJPയുടെ ശക്തമായ വോട്ട് അക്കൗണ്ട് ഉള്ളത്. അപ്പം അവിടെ എങ്ങനെ ഈ നിലപാടുകൾ തുറന്നു പറയുന്നിടത്ത് എത്രത്തോളം വിജയിക്കാൻ? അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ അറിയുള്ളൂ. നമ്മൾ ഇതൊക്കെ പറയാൻ പോകുന്നുണ്ട്. നമ്മൾക്ക് ധൈര്യത്തോടെ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളുണ്ടല്ലോ ഈ ഹിന്ദി ബെൽറ്റിൽ എല്ലാ സംസ്ഥാനത്തിലും. നമ്മൾ പിന്നെ വിട്ടുകൊടുക്കില്ലല്ലോ BJPക്ക്. ജനങ്ങൾ എന്ത് കണ്ടിട്ട് എന്ത് കേട്ടിട്ടാണ് തീരുമാനിക്കാൻ പോകുന്നത് ആർക്കും അറിയില്ല. പക്ഷേ എൻ്റെ വിശ്വാസമാണ് ജനങ്ങൾ പണ്ട് കാലത്തും ഇതുപോലെ ധൈര്യം ആവശ്യമുള്ള സമയത്ത് അവർ ധൈര്യം കാണിച്ചിട്ടുണ്ട്. അത് വീണ്ടും അവർ കാണിക്കും. ഈ മോദി സർക്കാരിനെ അവർ പുറത്താക്കും.
ഇത് പറയാനുള്ള വേറെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്കൊരു വെരി ഇൻട്രസ്റ്റിംഗ് ഒരു അനുഭവം ഒരു സംസാരം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിൻ്റെ ഒപ്പം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് 100 സുഹൃത്തിനോട് ചോദിച്ചു, ഒരു എക്സ്പെരിമെൻറ്റ് പോലെ, ഒരു പോൾ പോലെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാ BJP ആരാ ജയിക്കാൻ പോകണമെന്ന് ചോദിച്ചു. 100ൽ 95 പറഞ്ഞു BJP ജയിക്കും. ഈ ഒരേ 100 പേരോട് ഇയാൾ ചോദിച്ചു, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകണമെന്ന്. 85 പറഞ്ഞു BJPക്കല്ല, മറ്റേ പാർട്ടികൾക്ക് വോട്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം എല്ലാവരും BJP ജയിക്കും എന്നൊരു വിശ്വാസം BJPനെ അവർ തലയിൽ കയറ്റിയതാണ്. ഇസ്കി ബാർ അബ് കി ബാർ 400 പാർ 370 BJPക്ക് 400 പിന്നെ അവർ കടയ്ക്ക് പറഞ്ഞ ആൾക്കാരെ ഭയപ്പെടുത്തി. പ്ലസ് ED CBI IT ഒക്കെ കണ്ട് ആൾക്കാർ ഇവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല, ജനങ്ങൾ വോട്ട് ചെയ്യില്ല അവരെതിരെ. പക്ഷെ അവർ സ്വന്തം വോട്ടിങ് ചോദിക്കുമ്പോൾ അവർ BJPയുടെ എതിരെ തന്നെ വോട്ട് ചെയ്യാൻ പോകണത്. അപ്പം ഈ കഥ ഞാൻ കേട്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലാക്കി. പബ്ലിക്ക് ചോദിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ പിന്നെ വടക്കൻ ഭാരതത്തിൽ പോൾ നടത്തിയാൽ കൂടി എല്ലാവരും പറഞ്ഞാൽ BJPക്ക് വോട്ട് ചെയ്യുള്ളൂ. അതായിരിക്കും വടക്കൻ ഭാരതത്തിൻ്റെ യാഥാർത്ഥ്യം. അവിടെയും ഭയമുണ്ട്. ഈ ചോദിക്കുന്ന ആൾ സർക്കാരിൻ്റെ ആണെങ്കിലോ എന്നൊരു ഭയം ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഇല്ലേ BJPക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന് പറയുള്ളൂ. പക്ഷെ നാളെ അകത്തെ രഹസ്യത്തിൽ വോട്ടിംഗ് ബൂത്തിൽ കയറുന്നവർ അത് അവർക്ക് ആ സമയത്തെങ്കിലും ഒരു ധൈര്യം കണ്ടുപിടിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അപ്പോഴും ഈ ഉത്തരേന്ത്യയിൽ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാർ, ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ കാര്യം നമ്മുടെ മുന്നിലുള്ളൊരു ഉദാഹരണമാണ്. അദ്ദേഹമാണ് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത നേതാവ്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? NDAയിലാണ്. ഈ UP തന്നെ അഖിലേഷ് യാദവ് ആയാലും മമതാ ബാനർജി ആയാൽ പോലും അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ പോലും ഒരു പരിധിക്ക് അപ്പുറം ഇവരെയൊക്കെ ചേർത്ത് നിർത്താനായി അവസാന നിമിഷത്തിൽ പോലും ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് സാധിച്ചില്ല. ഈ ഏറ്റവും ഒടുവിൽ കേജ്രിവാളിൻ്റെ അറസ്റ്റ് വന്നപ്പോൾ പ്രതിപക്ഷ മുന്നണിയിൽ ഒരു ഐക്യമൊക്കെ ഉണ്ടായി. അത് പ്രതിപക്ഷ മുന്നണിക്ക് ഗുണം ചെയ്തു. അത് മാറ്റി നിർത്തുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാനായി അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യത്തിനായിട്ടാണ്, ആ ലക്ഷ്യം നേടാനായിട്ടാണ് ഈ മുന്നണി അല്ലെങ്കിൽ ഈ സഖ്യം രൂപീകരിച്ചത്. അപ്പോൾ അവിടെ ഒന്ന് ഇവരെയൊക്കെ ചേർത്ത് നിൽക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് അവിടെ സാധിക്കാതെ പോകുന്നത്? നമ്മളുടെ രാഷ്ട്രീയം ശരിക്ക് ഒരു തിരഞ്ഞെടുപ്പായിട്ട് മാത്രം കണ്ടാൽ പോരാ, 29 സംസ്ഥാന തിരഞ്ഞെടുപ്പായിട്ടും കാണണം. കാരണം ഓരോരോ സംസ്ഥാനത്തിന് രാഷ്ട്രീയ ചരിത്രം, രാഷ്ട്രീയ രീതികൾ, രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളൊക്കെ വേറെ വേറെയാണ്. നമ്മുടെ സ്വന്തം നാട് നോക്കൂ, 55 വർഷമായിട്ട് LDFും UDFും ഭയങ്കര ഒരു പോരാട്ടമാണ് നമ്മൾ ഈ സംസ്ഥാനത്ത് കാണുന്നത്. എങ്ങനെ നമ്മൾ വിചാരിക്കുക ഈ 2 പേര് ഇന്ത്യ മുന്നണിയിൽ ഡൽഹിയിൽ ഇരിക്കെങ്കിലും കൂടി കേരളത്തിൽ ഒരുമിച്ചാവാൻ സാധ്യതയില്ല. നേരെ മറിച്ച് തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ CPI CPM മുസ്ലിം ലീഗ് കോൺഗ്രസ് DMK എല്ലാവരും ഒരുമിച്ചാണ്, തർക്കമേ ഇല്ല. അത് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യവും നമ്മളുടെയും വേറെയാണ്. അതുപോലെ തന്നെ ഡൽഹിയും പഞ്ചാബ്, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാണ്, പഞ്ചാബിലല്ല. പക്ഷേ ഓരോരോ സംസ്ഥാനത്തിൻ്റെ കഥ വേറെയാണ്, ചരിത്രം വേറെയാണ്. ഇതിലൊരു അതിശയം കാണുന്ന ഇന്ത്യ അറിയുന്ന എല്ലാവർക്കും ഇതാണ് നമ്മളുടെ ഇന്ത്യ എന്ന് എല്ലാവർക്കും അറിയാറുണ്ട്. മഹാരാഷ്ട്രയിലെ NCP നമ്മളുടെ ഒപ്പമാണ് എല്ലാ വിഷയത്തിലും. കേരളത്തിൽ അവർ LDFിൻ്റെ ഒപ്പമാണ്. ഇനി എന്താ നമ്മൾ പറയേണ്ടത്? ഇത് എപ്പോഴായിരുന്നു ഈ 55 വർഷം 55 വർഷം അവരുണ്ടായിട്ടില്ല. അവർ സ്ഥാപിച്ച ശേഷം 30 വർഷമായിട്ട് ഈ 30 വർഷം എപ്പോഴും അവരൊപ്പം തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിൽ 29 സംസ്ഥാനങ്ങളുടെ കഥയുമുണ്ട്. പക്ഷെ അവസാനത്തിൽ അവർ ഓരോരോ കഥ വായിച്ച ശേഷം, ഓരോ റിസൾട്ട് വന്ന ശേഷം ഡൽഹിയിൽ കൂടുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും. മമതാ ബാനർജി നമ്മളെ കൽക്കട്ടയിലോ ബംഗാളിലോ തോൽപ്പിച്ചാലും അവർ ജയിക്കുന്ന സീറ്റുകൾ BJP സർക്കാരിനെ മാറ്റാൻ വേണ്ടി കോൺഗ്രസിനൊപ്പം വരും. അതവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഒരേ കാര്യം കേജ്രിവാൾ, അപ്പം ഒരേ കാര്യം പിന്നെ സീതാറാം യെച്ചൂരിയും പിണറായി വിജയൻ്റെ കഥ. ഞാനത് പറയുന്നില്ല പിന്നെ വലിയ സ്നേഹത്തോടെ. കാരണം എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അവസാനത്തിൽ വലിയ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ BJPയുടെ ദുർഭരണം മാറ്റാനും നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം, ഒരുമിച്ച് നിൽക്കണം. നമ്മൾ ഒരുമിച്ച് നിന്നിട്ടെങ്കിൽ ഒറ്റക്കൊറ്റക്കായ നമ്മൾ തൂക്കിക്കൊല്ലും. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ 2024 കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ ഒരു പ്രധാനമന്ത്രി ആരാകുമെന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ ചോദ്യം ഒരു രാഷ്ട്രപതി സിസ്റ്റം, പ്രസിഡൻഷ്യൽ സിസ്റ്റമിൽ ചോദിക്കാനുള്ള പ്രശ്നമാണ്. അമേരിക്കയെ പോലെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു വ്യക്തിയും മറ്റേ ഭാഗത്ത് എതിരാളില്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ടാണ് ട്രംപും ബൈഡനുമായിട്ടൊരു മത്സരം. അതാണ് അമേരിക്കൻ സിസ്റ്റം. നമ്മളുടെ ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ്. ഇംഗ്ലണ്ടിൽ അവർ ആണ് ഇതിൻ്റെ പിന്നെ മാതാവെന്നും കൂടി പറയും പാർലമെൻ്ററി സിസ്റ്റമിൻ്റെ. അവർ പറയുന്നു ഞങ്ങൾ പാർട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്, വ്യക്തികൾക്കല്ല.
നമ്മൾ ഏത് പാർട്ടിയെ ജയിപ്പിച്ചാലും ആ പാർട്ടിക്ക് നാളെ അവർ നേതാവിനെ മാറ്റാനുള്ള അവകാശമുണ്ട്, ചെയ്തിട്ടുണ്ട്, പല പാർട്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേതൃത്വം വെറും പല നേതാക്കളുടെ ഇടയിൽ ഒരാൾക്ക് കൊടുക്കുന്നു മാത്രമാണ്. പക്ഷേ പാർട്ടിയാണ് പാർലമെൻ്ററി സിസ്റ്റമിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഈ സ്ഥിതിയിൽ നമ്മളുടെ മുന്നണിയിൽ ഒരു പാർട്ടിയല്ല 10-20 പാർട്ടിയാണ്. അപ്പോൾ അവസാനത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കും. ഇതിന് വലിയ അതിശയകാര്യമില്ല. നമ്മൾക്കിത് പലതവണ കണ്ടതാണ്. ദേവഗൗഡ പ്രധാനമന്ത്രി ആയപ്പോൾ, ഗുജറാത്ത് പ്രധാനമന്ത്രി ആയപ്പോൾ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയപ്പോൾ നമ്മൾ ആരും ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ലല്ലേ വോട്ട് ചെയ്തത്. നമ്മളുടെ പാർട്ടിയും വിശ്വാസവും ചില പാർട്ടിയുടെ എതിരുമുള്ളൊരു വോട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജയിച്ചവർ ഈ ആൾക്കാരെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഇനിയും സംഭവിക്കാമാണ്. നമ്മൾക്ക് എല്ലാം ഞാൻ കേട്ടിട്ട് 10 വർഷം പഴകി. ശ്രീ മോദിയുടെ പെരുമാറ്റം തന്നെ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ആവണം നിർബന്ധമില്ല. പാർലമെൻ്ററി സിസ്റ്റമിൽ ആൾക്കാർ ജയിക്കട്ടെ, അവർ നേതാവിനെ കണ്ടുപിടിക്കും. ഈ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ നേതൃനിരയിൽ ഉയർന്നു കേൾക്കുന്ന പേരുകൾക്കൊപ്പം വിശ്വപൗരനായ ശശി തരൂരിൻ്റെ പേരും സജീവമായി തന്നെ ഇപ്പോഴും ഉണ്ട്. അതെല്ലാം എൻ്റെ കയ്യിലല്ല. ഈ തീരുമാനമെടുക്കുന്നവർ നമ്മളെല്ലാവരെയും ഭാവി തീരുമാനിക്കും. 10-20 പാർട്ടി അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥിതിയിലായിരിക്കും ഒരു സ്വകാര്യ ആഗ്രഹമുണ്ടാവാൻ ശരിക്കും വലിയ കൂടുതൽ പ്രസക്തിയില്ല. നമ്മളുടെ വിജയം സർക്കാർ മാറ്റണം, പുതിയ ഭരണം വരണം. ആ ഭരണത്തിൽ ആര് എന്ത് ചെയ്യുന്നു അതൊരു സെക്കൻഡറി ചോദ്യമാണ്. അതിന് സമയം വരുമ്പോൾ നമ്മൾ നോക്കാം. ആദ്യം ഇലക്ഷൻ ജയിക്കണം, അതാണ് പ്രധാനപ്പെട്ട ചിന്ത. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയെ നയിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ നയിച്ച് BJP സർക്കാരിനെ, നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെ പ്രതിപക്ഷത്തിലിരുത്തി നയിക്കാൻ, രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അത്രത്തോളം പ്രാപ്തിയുണ്ട്, കെൽപ്പുണ്ട് എന്ന് കരുതുന്നുണ്ടോ? എന്തുകൊണ്ടില്ല. ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഇമേജേ മാറിപ്പോയി. BJPക്കാർ കുറേ വർഷങ്ങളായിട്ട് ആ ഇമേജിനെ മോശപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ അവർക്കത് ചെയ്യാനും കൂടി സാധിച്ചു. ഇതോടെ അദ്ദേഹത്തിന് ഒരു പുതിയ ഇമേജ് വന്നു. ഒരു ജനകീയ നേതാവായിട്ട്, ഒരു ധൈര്യമുള്ള നേതാവായിട്ട്, സംസാരിക്കാൻ സാധിക്കുന്ന നേതാവായിട്ട്, ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അവരൊപ്പം സമ്പർക്കം ചെയ്യാൻ കഴിവുള്ള നേതാവ്. അതൊക്കെയല്ലേ വേണ്ടത് ജനങ്ങൾക്ക്. അദ്ദേഹം കോൺഗ്രസിൻ്റെ അകത്തുള്ള പ്രവർത്തകരുടെ എല്ലാം വെച്ച് ഫേവറേറ്റ് ചോയ്സ് അദ്ദേഹം തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഈ ജോലി ആഗ്രഹിക്കുന്ന അദ്ദേഹം എന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിനെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നൊരു സംശയമില്ല. അതുപോലെ വേറെ പേരുകൾ വരാനുള്ള സാധ്യത ഉണ്ടാവുമായിരിക്കാം. നോക്കട്ടെ, റിസൾട്ട് വരട്ടെ, ഏത് പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടും, അവസാനത്തിൽ ആരൊക്കെയാണ് നമുക്ക് ഉൾക്കൊള്ളുന്നത് ഈ തീരുമാനം എടുക്കുകയാണെന്ന്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആര് പ്രധാനമന്ത്രി ആയാലും ഇന്ത്യ മുന്നണിയുടെ ഉദ്ദേശമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനം. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ ഭാഷ, എല്ലാ സമുദായം, എല്ലാ സംസ്ഥാനം, അവരെല്ലാവരെയും ആൾക്കാരെ ഒരേപോലെ കണ്ടിട്ട്, ഭാരതീയ പൗരന്മാരെ ഒരേപോലെ കണ്ടിട്ട് രാജ്യത്ത് വികസനം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതല്ല ഇപ്പോൾ BJPക്കാർ കൊണ്ടുവരുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മുടെ രണ്ടാളുടെ ഇടയിൽ. BJP പറയുന്നത് മോദിയാണ് സമ്രാട്ട്, ഹിന്ദു ഹൃദയ സമ്രാട്ട്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടത്. ഞങ്ങൾക്കൊരു സാമ്രാജ്യമൊന്നുമില്ല. ഞങ്ങൾ സാധാരണക്കാരാണ്. നിങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ വേണ്ടി വരുന്നു. ഞങ്ങളെ ജയിപ്പിച്ചാൽ നമ്മൾക്കൊരു ടീമായിരിക്കും. പല നേതാക്കളും ഒരുമിച്ച് ഇരുന്ന് സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. അങ്ങനെ ഒരു ടീമിന് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നുണ്ട്, നിങ്ങളൊപ്പമാണ്. BJPയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം ദക്ഷിണേന്ത്യയാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ BJPയെ പൂർണ്ണമായും പ്രതിരോധിച്ച് നിർത്തുമെന്ന് തെളിയിക്കാൻ എത്രത്തോളം സജ്ജമാണ് നിലവിൽ ഇവിടുത്തെ UDF? നോക്കൂ, തിരുവനന്തപുരമാണ് അവരെല്ലാം വെച്ച് സ്ട്രോങ്ങസ്റ്റ് കൺസ്റ്റിറ്റ്യുവൻസി. ആകെ ഒരു സ്ഥലത്തിലേ അവർ 2 പ്രാവശ്യം സെക്കൻഡായി വന്നിട്ടുള്ളൂ, അതിതാണ്. അപ്പോൾ ഇവിടെ അവർ വലിയൊരു ഗൗരവമാണ്. ബാക്കി 19 പാർലമെൻ്ററി കൺസ്റ്റിറ്റ്യുവൻസിയിൽ അവർക്ക് ഒരു സാധ്യതയുമില്ല എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരുടെയും നോക്കിയാൽ ഏതെങ്കിലും ഒരു പോളിൽ, ഒരു സർവേയിൽ, നിങ്ങൾ മാധ്യമക്കാരാണ്, നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുമല്ലോ, ഏതെങ്കിലും എവിടെ അവർ 2ാം സ്ഥാനത്ത് കൂടി കണ്ടിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് അവർ 2ാം സ്ഥാനത്തിലാണ്, 2 തവണ 2ാം സ്ഥാനത്തിൽ അവസാനിച്ചു. അതുകൊണ്ട് അവരൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ സീരിയസ് ആയി എടുക്കണം. പക്ഷെ വേറെ എവിടെയും അതില്ല. അപ്പോൾ BJPക്ക് ജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് ഉറപ്പമാണ്. പ്രധാനപ്പെട്ട കാരണം അവർ വർഗീയതയാണ്. കേരളത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ ജീവിത രീതി, നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സംസ്ഥാനമാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെയൊരു സംസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും BJPയെ പോലെ വിശ്വാസിക്കുന്ന പാർട്ടി, വിശ്വാസം മാത്രമല്ല പെരുമാറ്റം. മണിപ്പൂരിൽ 230 ചർച്ച് പൊളിഞ്ഞു നിൽക്കുന്നു.
ക്രിസ്മസ് ആഴ്ചയിൽ തന്നെ പല അച്ഛന്മാരെ പീഡിപ്പിക്കുന്നു, വടിയോട് അടിക്കുന്നു. ഇതിൻ്റെ വാട്സാപ്പ് വീഡിയോ ഒക്കെ എല്ലാവരും നടക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പോയവരെ പിന്നെ പുറത്താക്കുന്നു ഗൂണ്ടാമാർ വന്നിട്ട് 4 സംസ്ഥാനത്തിൽ. അതിൻ്റെ ഒപ്പം എന്താ നമ്മൾ കാണുന്നത്? മുസ്ലിം സമുദായത്തിൻ്റെ വ്യക്തികൾക്ക് അവർ പേരും കൂടി ഒളിക്കാൻ ആവശ്യമെന്ന് ചില ഭാഗത്ത് വടക്കൻ ഭാരതത്തിൽ. കാരണം അവർക്ക് അത്രത്തോളം ബുദ്ധിമുട്ടാണ് മുസ്ലിമായിട്ട് ഈ BJP ഭരണത്തിൽ ജീവിക്കാൻ. ഇതെല്ലാം കാണുന്ന സ്ഥിതിയിൽ ആരാണ്, ഏത് മര്യാദക്കാരനാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഭരണം നമ്മുടെ കേരളത്തിൽ വരാൻ ആഗ്രഹിക്കുക? എനിക്ക് തോന്നുന്നില്ല വലിയൊരു ഒരു 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 സാധ്യത കാണും. ഇപ്പോൾ മാത്രമല്ല, കുറേ വർഷങ്ങൾക്ക് വേണ്ടി. ഈ 10-25 വർഷത്തിൽ BJP ഒരു 2% പാർട്ടി പോയിട്ട് ഒരു 12-13% പാർട്ടിയായി. ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞാൽ 14, 15, 16 വരെ എത്തിക്കാൻ ഒരു സാധ്യത ചിലവർ കാണുന്നു. എനിക്കറിയില്ല, അത് വോട്ട് എണ്ണുമ്പോഴേ അറിയില്ല. പക്ഷേ അതോടൊരു സീറ്റ് ജയിക്കാനുള്ള സാധ്യത ഉറപ്പമായിട്ടില്ല. കാരണം അതാണ് വർഗീയതയുടെ ഒരു പരിധി കേരളത്തിൽ. ഈ രാജീവ് ചന്ദ്രശേഖർ, അങ്ങേപ്പോലൊരു വിശ്വപൗരൻ എന്ന ഇമേജിലാണ് രാജീവ് ചന്ദ്രശേഖരെ BJP ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങേക്ക് ശക്തമായൊരു എതിരാളി തന്നെയാണോ രാജീവ് ചന്ദ്രശേഖർ? അല്ല, നോക്കൂ, എൻ്റെ എതിരാളികൾ എല്ലാവരുടെയും കഴിവും ഗുണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ ആരെയും കുറിച്ച് എതിര് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ അദ്ദേഹത്തിനോട് ചില അൺകംഫർട്ടബിൾ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്? അദ്ദേഹം ഈ കളമശ്ശേരി ബോംബ് ബ്ലാസ്റ്റ് സംഭവിച്ചപ്പോൾ ഉടനെ ചാടി പറഞ്ഞത് മുസ്ലിംസ് ചെയ്താണെന്ന് പറഞ്ഞത് ആളല്ലേ? എന്ത് പറ്റി? നമ്മൾ എന്താ കണ്ടുപിടിച്ച്? ജെഹോവാസ് വിറ്റ്നസസിൻ്റെ അകത്തൊരു തർക്കത്തിൽ ഒരു ജെഹോവാസ് വിറ്റ്നസ് മറ്റേ ജെഹോവാസ് വിറ്റ്നസ് എതിരാണ് ഈ കളമശ്ശേരി ബോംബ് ബ്ലാസ്റ്റ് ചെയ്തത്. പക്ഷേ ഇത്ര വേഗം മുസ്ലിംസിനെ ജഡ്ജ് ചെയ്യാൻ ചാടി ചെയ്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഈ ഒരേ വർഗീയ രാഷ്ട്രീയത്തിൽ കളിച്ചൊരു വ്യക്തിയാണെന്ന് നമ്മൾ കാണുന്നു. അത് സത്യമല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയട്ടെ. എനിക്ക് ഈ കാര്യത്തിൽ ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കുക. അവസാനത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തീരുമാനിക്കുക. അഥവാ ജനങ്ങൾക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തിന് വേറെ വല്ല കഴിവ് കാണാൻ തയ്യാറാണെങ്കിൽ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ഡിബേറ്റ് നടത്തട്ടെ, ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഇത്തവണയും CPI തിരുവനന്തപുരം മണ്ഡലത്തിൽ 3ാം സ്ഥാനത്ത് തന്നെ പോകുമെന്ന് അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. അത് അവർ 3-4 ആഴ്ചയുടെ പ്രചരണത്തിൽ കാണാൻ തുടങ്ങിക്കഴിഞ്ഞു. അതാണ് ഇത് ആദ്യം ആരംഭിക്കുമ്പോൾ എല്ലാവരോടും പറഞ്ഞു ത്രികോണ മത്സരം. പക്ഷേ 2-3 ആഴ്ച കഴിഞ്ഞ ശേഷം അത് പറയാൻ സാധ്യതയില്ല. നിങ്ങളൊക്കെ തന്നെ നോക്കിക്കോളൂ, ആൾക്കാരോട് ചോദിച്ചോളൂ. എന്നോട് എൻ്റെ അഭിപ്രായം ചോദിക്കാൻ ആവശ്യമില്ല. ഞാൻ താങ്കളെപ്പോലുള്ള മാധ്യമക്കാരും ഇവിടെ എല്ലാവരുടെയും മൊത്തം നടക്കുന്ന വ്യക്തികളെ കണ്ടിട്ടാണ് പറയണത്. എനിക്കിപ്പോൾ തോന്നുന്നു അവരുടെ ഒരു പ്രചരണം ഇംഗ്ലീഷിൽ പറയുമ്പോൾ തീ പിടിച്ചിട്ടില്ല, ഹാസൻ കോട്ട് ഫയർ. ആവേശവും ഊർജ്ജയും നമ്മൾ LDFൻ്റെ പ്രചരണത്തിൽ കാണുന്നില്ല. നേരെ മറിച്ച് NDA ഉറപ്പമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊരു സംശയമില്ല. അവർ പ്രചരണത്തെ വിഷയത്തിൽ അവർ ഇറങ്ങുന്ന സമയത്തിൽ കോൺഗ്രസ് പാർട്ടിയും നമ്മൾക്ക് നല്ലൊരു എനർജി വന്നിട്ടുണ്ട്, ഒരു ഊർജ്ജം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത 16 ദിവസം ബാക്കിയുള്ളതിൽ ഇതിലായിരിക്കും നമ്മളെല്ലാവരുടെയും ശ്രമം നടക്കാൻ പോകുന്നത്. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. നിങ്ങളുടെ അമൃത TV കാണുന്നവർ പലരും നിങ്ങളുടെ ആൾക്കാരുടെ സുഹൃത്തും കൂടിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ പഠിച്ചിരിക്കുന്ന ഹിന്ദുമതം, ഞാൻ പഠിച്ചിരിക്കുന്നത് എല്ലാവരെയും ബഹുമാനിക്കണം. സ്വാമി വിവേകാനന്ദ പറഞ്ഞ പോലെ ശിവമഹിംന സ്തോത്രം പറയുന്നു, പല നദികൾ മലയിൽ നിന്നും വാലിയിൽ നിന്നും ചില നേരിട്ട് ചില ചുരുണ്ടിട്ട് അവസാനത്ത് ഒരേ സമുദ്രത്തിൽ എത്തുന്ന പോലെയാണ് എല്ലാ മതത്തിൻ്റെയും പ്രാർത്ഥന. അവസാനത്തിൽ ഒരേ ഒരു ദൈവം, ഒരേ ഒരു ബ്രഹ്മനാണ് എത്തുന്നത്. ആ വിശ്വാസമുള്ള ഹിന്ദുക്കൾക്ക് നമ്മൾക്ക് വർഗീയത സാധ്യതയല്ല. കാരണം നമ്മൾ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതി നിങ്ങളുടെ രീതിയായിരിക്കാം, ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി എൻ്റെ രീതിയായിരിക്കാം. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, നിങ്ങൾ എന്നെ ബഹുമാനിച്ചാൽ മതി. നമ്മൾ സുഖമായിട്ട് ഒരേ സ്ഥലത്തിൽ ജീവിക്കുക, ഒരേ ജോലികൾ ചെയ്യുക, ഒരേ സ്വപ്നങ്ങൾ ഒരുമിച്ച് കാണാം, അതിൽ പ്രശ്നമില്ല. അതാണ് എൻ്റെ ഹിന്ദു വിശ്വാസം, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഞാൻ ക്ഷേത്രത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. പക്ഷെ ഞാൻ മറ്റവരുടെ പ്രാർത്ഥനാലയത്തിൽ കയറുമ്പോൾ ബഹുമാനത്തോടെയും ഫുൾ റെസ്പെക്റ്റോടെയും ഞാൻ തൊഴുള്ളൂ. അതാണ് എൻ്റെ അച്ഛനും അമ്മയുമായ ഹിന്ദുക്കൾ എന്നെ വളർത്തി പഠിപ്പിച്ചിരിക്കുന്നത്. ഈ സാധാരണ അതില്ല BJPക്കാർക്ക്. അതാണ് BJPക്കാർ ശരിക്കും നമ്മുടെ മതത്തെ എടുത്തിട്ട് ഒരു ആയുധമാക്കിയിട്ടുണ്ട്. ഈ മതം ഒരു ബ്രിട്ടീഷ് ഫുട്ബോൾ ഹൂലിഗൻ്റെ ഒരു ടീം പോലെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ടീമിൽ നിങ്ങൾ സപ്പോർട്ട് നിങ്ങളുടെ തലയിൽ ഞങ്ങൾ വടിവെക്കും എന്നാണ് പറയുന്നത്. ഇത് അർത്ഥമില്ലാത്തൊരു പെരുമാറ്റമാണ്. ഇത് ഹിന്ദു മതമല്ല. സാധാരണ ഈസ്റ്ററും അല്ലെങ്കിൽ ക്രിസ്മസും അതുപോലെ ഈദുൽ ഫിത്തറൊക്കെ വരുമ്പോൾ
ഈ ദിവസങ്ങളിലൊക്കെ ഈ പള്ളിയിലും എപ്പോൾ ഒക്കെ പോകാറുണ്ടോ അതോ ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് അല്ലല്ല, എല്ലാ വർഷവും രാഷ്ട്രീയം നിങ്ങൾ ആൾക്കാരെ മാത്രമാണ് എന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ചർച്ച എല്ലാ വർഷവും പോയിട്ടുണ്ട്. അത് മാത്രമല്ല, എൻ്റെ കുട്ടിക്കാലത്തിൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാ ക്രിസ്മസ് ദിനം ഒരു ക്രിസ്ത്യൻ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അപ്പവും വിഷ്ണുവും കഴിക്കലും കേക്ക് മുറിക്കലും ആ സെലിബ്രേഷൻ്റെ ഓർമ്മ എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് എനിക്കുണ്ട്. അതുപോലെ തന്നെ ഈദിൻ്റെ ദിനം മുസ്ലിം സഹോദരനൊപ്പം പോയിട്ട് മധുരം കൊടുക്കുന്നതും അവർ വിഷ് ചെയ്യണതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു വന്നതാണ്. അപ്പോൾ ഇത് നമ്മളുടെ സംസ്കാരം. എൻ്റെ അച്ഛനമ്മയും കേരളത്തിൽ ജീവിച്ചിട്ട് കുറേ വർഷങ്ങൾ അവർ കേരളത്തിൽ ടീനേജേഴ്സായിട്ട് വിട്ടുപോയതാണ്. പക്ഷേ ബോംബെയിലും കൽക്കട്ടയിലും ഡൽഹിയിലും അവർ ജീവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഒരിക്കലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സുഹൃത്തുക്കളുടെ ഒരു വ്യത്യാസം അവർ കണ്ടിട്ടില്ല. അപ്പം ഞാൻ അവരിപ്പം വളരുമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ രീതി മാറ്റും? ഞാൻ എങ്ങനെ വർഗീയത തോന്നും? ഇവിടെ ശരിക്കും സംസ്ഥാനത്ത് വികസനം തന്നെയാണോ പ്രധാനമായും പ്രചരണ ചർച്ചാ വിഷയമായി UDF മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം പറയും. പ്രചരണത്തിൽ പലരും വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ MP-ക്ക് ചെയ്യാനുള്ളത് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ആൾക്കാർ ആവശ്യപ്പെടുന്നത് MP-ക്ക് ചെയ്യാൻ സാധിക്കില്ല, അത് സംസ്ഥാന സർക്കാരിനെ സാധിക്കും. ഒരു ഉദാഹരണം, BJP-ക്കാർ പ്രചരണത്തിലൊരു വീഡിയോ ഇറക്കിയിട്ട് യൂട്യൂബിൽ ഒരു സ്ത്രീ പറയുന്നു, ഞാൻ ജീവിതം മുഴുവൻ CPM-ന് വോട്ട് ചെയ്തതാണ്, പക്ഷേ ഈ തവണ ഞാൻ BJP-ക്ക് രാജീവ് ചന്ദ്രശേഖറിനെ വോട്ട് കൊടുക്കുള്ളൂ, കാരണം എനിക്ക് 7 മാസമായിട്ട് എൻ്റെ പെൻഷൻ കിട്ടിയിട്ടില്ല. അവർ സുഖമായി പ്രചരണം ചെയ്യുന്നുണ്ട്. പക്ഷേ MP-ക്ക് വല്ലതും ചെയ്യാൻ സാധിക്കും ഒരു പെൻഷനെ കുറിച്ച്? അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അവർ പൈസയുമല്ലേ, നമ്മൾ സംസ്ഥാനത്ത് കൊടുക്കുന്ന ടാക്സ് പണമല്ലേ പെൻഷനായിട്ട് പോകുന്നത്. അപ്പോൾ MP-ക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നാളെ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടാണോ ഈ സ്ത്രീന് പെൻഷൻ കിട്ടാൻ പോകുന്നത്? അപ്പോൾ ഈ പ്രചരണം ചെയ്യുന്നതിൽ അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ചില കാര്യം ഇപ്പോൾ ഇവർ ഇറങ്ങി വന്ന് പറയുന്നു, വലിയ തുറയിൽ ഈ പിയറെല്ലാം പൊളിഞ്ഞില്ലേ, എന്തുകൊണ്ട് MP-ക്ക് ചെയ്യാൻ സാധിച്ചോ? ഞാൻ എതിര് പറയുന്നു. എന്തുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല? ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, MP-യുടെയും അല്ല, കേന്ദ്ര സർക്കാരിൻ്റെയും അല്ല. രണ്ട്, അതിൻ്റെ ചിലവ് 300 കോടിയാണ്. ഒരു MP-ക്ക് ഒരു വർഷം 7 നിയോജക മണ്ഡലത്തിൽ ചിലവാക്കാൻ 5 കോടി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു പ്രോജക്റ്റിന് 300 കോടി ഇവിടുന്ന് കണ്ടുപിടിക്കും? എനിക്ക് പോയിട്ട് കേന്ദ്രത്തിന് ഇതിൻ്റെ സഹായം ആവശ്യപ്പെടാൻ കൂടി അവകാശമില്ല. ഞാൻ പോയാൽ കേന്ദ്രം പറയും, സംസ്ഥാന സർക്കാരിൻ്റെ എഴുത്ത് കൊണ്ടുവരും, ഏത് പദ്ധതിയുടെ കീഴിലാണ് നമുക്ക് ഈ കാശ് കൊടുക്കേണ്ടത്. അവർക്കില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ പിന്നെ എതിരാളികൾക്ക് എന്ത് വേണം ചൂണ്ടിക്കാണിച്ചിട്ട് മറ്റവരെതിരെ സംസാരിക്കുക. ഞാൻ എൻ്റെ എതിരാളിയോട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാണ് വലിയ തുറ പിയറിനെ ശരിയാക്കാൻ പോകുന്നത്? അറിയട്ടെ, ഈ പാലം ശരിയാക്കണം എല്ലാവരെയും ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് 2026 ഞാൻ ഈ സംസ്ഥാന സർക്കാരിനെ തോൽപ്പിച്ചിട്ട് തീരദേശത്തിൻ്റെ ആവശ്യങ്ങളെ ബഹുമാനിക്കുന്ന ഒരു ഇന്ത്യ മുന്നണിയോ UDF സർക്കാർ കൊണ്ടുവരാനാണ് എൻ്റെ ആവശ്യം. അതിന് ഞാൻ നിൽക്കും. പക്ഷെ അത് 26-ലാണ്. ഇപ്പോൾ 24 നമ്മൾ നടത്തുന്നത് ദേശീയ ഭരണം തീരുമാനിക്കുന്ന ഒരു മത്സരമാണ്. അപ്പോൾ ഞാൻ ലോക്സഭയിലും ദേശീയ ഭരണത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുക. എനിക്കറിയാം എന്തൊക്കെയാണ് MP-ക്ക് ചെയ്യാൻ സാധിക്കുക, എന്തൊക്കെയാണ് MP-ക്ക് ചെയ്യാൻ സാധിക്കാത്തത്. അത് പറയുമ്പോൾ അവർ വേണം നോക്കൂ, അവരെന്നെ സംബന്ധിച്ചു അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ? എന്തിൻ്റെ അടിസ്ഥാനം ചെയ്യാൻ സാധിക്കും? ഇതൊക്കെയാണ് ഒരു പ്രചരണത്തിൻ്റെ ചിലവ്. കഴിവില്ല. കേരളത്തിൽ ബുദ്ധിയും പഠിപ്പും അറിവുള്ള ആൾക്കാരോട്, കാരണം ഞാനിത് കേരളത്തിൽ പറഞ്ഞ ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ സ്ത്രീൻ്റെ വീഡിയോ കണ്ട പോലെ ഇതാണ് ഒരു പ്രശ്നം. പിന്നെ ചിലവർക്ക് ഒരു ആ മനസ്സിലാക്കലില്ല. എന്താണ് ഒരു കൗൺസിലറിൻ്റെ ഉത്തരവാദിത്വം, എന്താണ് ഒരു MLA-ൻ്റെ ഉത്തരവാദിത്വം, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം, ഒരു MP-യുടെ ഉത്തരവാദിത്വം. ഈ വ്യത്യാസങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാത്തത് ഇപ്പോഴും നമ്മളുടെ 75 വർഷം പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം എപ്പോൾ കൂടിയ ബുദ്ധിമുട്ടുണ്ടെന്ന് കാണുമ്പോൾ കുറച്ചൊരു സങ്കടം തന്നെയാണ്. പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. 2019 താങ്കൾ ഏകദേശം 1 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അത് ഉയർത്താനാകുമോ അതോ എങ്ങനെ തോന്നുന്നു? ഒരു ആശങ്കയുണ്ടോ? ഒരു ആശങ്കയുമില്ല. എനിക്ക് എൻ്റെ ഓരോരോ ദിവസത്തിൻ്റെ പ്രചരണത്തിൽ എൻ്റെ ആത്മവിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ ഫെലീസ. അപ്പോൾ ഞാൻ ഈ കുറിച്ച് ഞാൻ പറയാം. ഞാൻ എല്ലാവരുടെയും പോകുമ്പോൾ കാണുന്ന സ്നേഹം, ഇന്നലെയും മിനിങ്ങാന്ന് നോക്കാം, ഓരോരു ലെഫ്റ്റിൻ്റെ പഞ്ചായത്ത് വാർഡോ അല്ലെങ്കിൽ BJP ജയിച്ച പഞ്ചായത്തും കൂടി കയറുമ്പോൾ വീടിൻ്റെ പുറത്ത് നിന്നിട്ട് സ്നേഹം ആവേശത്തോടെ ചിരിച്ച് പുൻചിറിയോട് കൈവീശുന്ന ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ പാർട്ടിക്കാരെന്നെ പറഞ്ഞു, നമ്മൾക്ക് എന്താ ഒരു ഭയം ഉണ്ടാവില്ലല്ലോ, ഇത് നമ്മൾ എളുപ്പത്തിൽ ജയിക്കാൻ പോകുന്നതാണ്. പൊതുവെ ശശി തരൂർ എന്ന രാഷ്ട്രീയ നേതാവ് തിരുവനന്തപുരത്ത് ആദ്യമായി മത്സരിച്ചപ്പോൾ, 2ാം തവണ മത്സരിച്ചപ്പോഴൊക്കെ പൊതുവെ അങ്ങേക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അങ്ങേക്കുള്ള ഇമേജ് യുവാക്കളുടെ വോട്ടും സ്ത്രീകളുടെ വോട്ടും യൂത്തിൻ്റെ വോട്ടുമൊക്കെയാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ വോട്ടുമാണ് എപ്പോഴും പോക്കറ്റിലുള്ള ഫിക്സഡ് ആയ വോട്ടുകളെന്ന്. അതിൽ നിന്നൊക്കെ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ചെറിയൊരു ഭയമുണ്ടോ? ഒരു ഭയമില്ല. നോക്കൂ, 2014 എല്ലാം വെച്ച് ടൈറ്റ് ഇലക്ഷൻ. അത് ശ്രീ O. രാജഗോപാൽ എല്ലാവരും
ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന രാജേട്ടൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നന്നായിട്ട് ഈ ടൗൺ വോട്ടുകളൊക്കെ പിടിച്ചെടുത്തത്. പക്ഷേ ആ സമയത്ത് എന്നെ ആരെ രക്ഷിച്ചത് നമ്മുടെ ഗ്രാമദേശമായിരുന്നു. പാറശാല, നെയ്യാറ്റിൻകര, കോവളത്തിലൊക്കെ വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് ഞാൻ ജയിച്ചത്. ഇവിടെയും കൂടി തീരദേശം എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. എനിക്കൊരു സംശയവുമില്ല, ഇവിടുത്തെ എല്ലാ വ്യക്തികളും എൻ്റെ പ്രവർത്തനം കണ്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെനിക്ക് വീണ്ടും വോട്ട് തരും. അപ്പോൾ എനിക്ക് എല്ലാവരെയും വോട്ട് വേണം. ഞാൻ ഏത് വർഗത്തിൻ്റെ വോട്ട് മാത്രമല്ല ആഗ്രഹിക്കുന്നത്, ഏത് സാമൂഹിക സെഗ്മെൻറ്റിൻ്റെ വോട്ട് കൂടിയല്ല. ഒരു യുവാക്കളോ മഹിളകളോ പുരുഷന്മാരോ പഠിച്ചവരോ പഠിക്കാത്തവരോ അങ്ങനെ ഒരു കണക്കേ അല്ല. എനിക്ക് പൂർണ്ണ ജനങ്ങളുടെ വോട്ട് ആവശ്യമുണ്ട്. അവരുടെ പിന്തുണയോടാണ് ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ പ്രവർത്തനത്തിൽ ഒരു വർഗമില്ല, എൻ്റെ പ്രചരണത്തിലും ഒരു വർഗീയതയില്ല. എല്ലാവരും എൻ്റെ വോട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ തവണ 42% എന്നെ അംഗീകരിച്ചു. ഈ തവണ ആ ശതമാനം കുറച്ചുകൂടി കൂടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്തായാലും ഇത്രയും സമയം അങ്ങ് അമൃത ടിവിയുമായി വാക്കും മറുവാക്കിൽ സഹകരിച്ചതിന് നന്ദി സർ. നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.